പൊക്കണായിൽ ദേവകിയമ്മയുടെയും കുരുമ്പയിൽ കരുണാകരപ്പണിക്കരുടെയും മകളായ ഭാഗ്യം ടീച്ചർ പനങ്ങാട് സ്കൂളിലെ ടീച്ചറായിരുന്നു. ഞാൻ പഠിച്ചത് പോഴങ്കാവ് സെൻറ്റ് ജോർജസ് LPSൽ നിന്നാണ്. പോഴങ്കാവ് സ്കൂളിനെ കുറിച്ച് പറയുമ്പോഴാണ് അവിടുത്തെ അധ്യാപകനായിരുന്നു എൻ്റെ അച്ഛൻ കരുണാകരപ്പണിക്കർ. വാറുണ്ണി മാഷും കൂടിയാണ്. അവരുടെ ശ്രമഫലമായിട്ടാണ് ആ സ്കൂള് സ്ഥാപിതമായത്. 1956 അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ ഒഴിവിലാണ് എൻ്റെ മൂത്ത ചേച്ചി രാധ ടീച്ചർ അവിടെ ജോയിൻ ചെയ്തത്. എൻ്റെ ചിറ്റമ്മ ജാനകി അമ്മ അവിടുത്തെ അധ്യാപികയായിരുന്നു. 58 അവിടുത്തെ എൻ്റെ വിദ്യാഭ്യാസം കഴിയുന്നത്. അന്ന് എന്നെ ആദ്യാക്ഷരം പഠിപ്പിച്ച് തന്നത് അന്നത്തെ വാറുണ്ണി മാഷയുടെ ഭാര്യയായിരുന്ന അന്നമ്മ ടീച്ചറാണ്. ഞങ്ങളെ കുട്ടിയിൽ അന്നമ്മ ടീച്ചറെ അമ്മൂമ്മ ടീച്ചറെ എന്നാണ് വിളിച്ചിരുന്നത്. അത്രയ്ക്ക് ഇഷ്ടത്തോടെ ചട്ടയും മുണ്ടും അണിഞ്ഞ കാതിൽ ചിറ്റൊക്കെ ആയിട്ട് ടീച്ചറാണ് വരുന്നത്. ടീച്ചറുടെ 2 മക്കൾ, അന്നമ്മ ടീച്ചറുടെ 2 പെൺമക്കളും അവിടുത്തെ അധ്യാപികമാരായിരുന്നു. മൂത്ത മകള് ലൂസി ടീച്ചറും രണ്ടാമത്തെ മകള് റോസില ടീച്ചറും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മൂത്ത ചേച്ചി രാധാമണി ടീച്ചറും 4ാം ക്ലാസ്സിൽ എൻ്റെ അധ്യാപികയായിരുന്നു. ഞാൻ പഠിക്കാൻ അവിടെ എത്തുന്നതിന് മുമ്പേ അധ്യാപകരായിരുന്നു മുതിരക്കലെ ശിവശങ്കര പണിക്കർ, പനങ്ങാട്ട് രാഘവ് മാസ്റ്റർ. HM തീർന്നത് പുലാപ്പറമ്പിലെ കൊച്ചമാൾ ടീച്ചറാണ്. ആ സ്കൂള് ഇന്നത്തെ മാതിരിയല്ല, അന്ന് തികച്ചും ഓലമേഞ്ഞ തെക്ക് വടക്കുള്ള ഷെഡാണ്. അതിലൊതുങ്ങുന്നതായിരുന്നു ക്ലാസ് മുറികൾ. അതും അതിനൊരു കിഴക്കോട്ടൊരു നീട്ടുകൂടി ഉണ്ടായിരുന്നു. കിഴക്കേ അറ്റത്ത് അതിൻ്റെ ഓഫീസ് റൂമും ഒക്കെ ആയിരുന്നു. കൂടെ പഠിച്ചവരില്ല. പിന്നീട് എൻജിനീയറും ഒക്കെ ആയി തീർന്ന എരുമത്തുരുത്തി സുബ്രഹ്മണ്യനെ ഞാൻ നന്നായി ഓർക്കുന്നു. പിന്നെ എനിക്ക് അത്ര വളരെ കുട്ടികളെയൊന്നും അത്രയ്ക്ക് ഓർമ്മയില്ല. സുബ്രഹ്മണ്യനെ പിന്നീട് പലപാട് കണ്ടിട്ടുള്ളത് കൊണ്ട് പിന്നെ സുബ്രഹ്മണ്യൻ തന്നെ വേറൊരു സുബ്രഹ്മണ്യൻ ഉണ്ടായിരുന്നു. ആ LP സ്കൂൾ വിദ്യാഭ്യാസ കാലമാണ് ഏറ്റവും ശോഭനമായിരുന്നത് എന്ന് ഓർക്കുന്നു. അതുമാത്രമല്ല, ടീച്ചറായിരുന്നിട്ടും പല ഘട്ടങ്ങളിലും അവിടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പോകാറുണ്ട്. അവിടുത്തെ ഹെഡ് മാസ്റ്റർമാരായിരുന്ന രാഘവ മാസ്റ്റർ വളരെ പ്രിയങ്കരനായ അധ്യാപകനാണ് എനിക്ക്. മാസ്റ്ററുടെ പെങ്ങള് സത്യഭാമ ടീച്ചർ, താങ്ക ടീച്ചർ എൻ്റെ മകളുടെ ക്ലാസ് ടീച്ചറായിരുന്നു. മകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ മകളും പഠിച്ചത് അവിടെ തന്നെയാണ്. സഹോദരങ്ങളും എല്ലാവരും പഠിച്ചത് അവിടെ തന്നെയാണ്. ആ സ്കൂളിൻ്റെ മേൽക്കുമേലുള്ള ഉയർച്ച നോക്കി കണ്ട് സന്തോഷിച്ച ആളാണ് ഞാൻ. ഇന്നും അതിൻ്റെ പുരോഗതി വളരെയധികം ആഗ്രഹിക്കുന്ന ആളുമാണ്. പോഴങ്കാവ് സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷമാണ് എന്നറിയുന്നു. ഫെബ്രുവരി മാസത്തിലാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കിയത്. സ്കൂളിൻ്റെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഒപ്പം ഉണ്ടായിരിക്കും. സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്.